പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരേ മാവിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള 2 തരം പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. പച്ചരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരേ മാവ് വെച്ചിട്ട് തന്നെയാണ് എണ്ണയിൽ പൊരിച്ച പത്തിരിയും പാനിൽ ചുട്ടെടുത്ത പത്തിരിയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്ത് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണിത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പച്ചരിയാണ് കേട്ടോ ഇത്. ഇനി ഈ പച്ചരി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. റവ നമുക്ക് ഈ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. പിന്നീട് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വീണ്ടും കൈയെടുക്കാതെ തന്നെ നമുക്കിത് ഇളക്കി കുറുക്കിയെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഈ മാവ് പെട്ടെന്ന് തന്നെ കുറുകി ഡ്രൈ ആയി കിട്ടും. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ മാവ് പാനിൽ നിന്നൊക്കെ വിട്ട് നല്ലപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, മാവിൽ നമ്മളിതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കരുത്. അതാണ് മാവിൻ്റെ ആ ഒരു പരുവം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ചെറു ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ മാവ് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ആ മാവ് നല്ല പോലെ തന്നെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും പത്തിരിയുടെ ആ ഒരു വലുപ്പത്തിലുള്ള മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ബോൾസാക്കി എടുക്കാം. ശേഷം ഞാനിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്കിപ്പോൾ ചപ്പാത്തി കുഴൽ വെച്ചോ അതല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് എളുപ്പം അതുപോലൊക്കെ പരത്തി ചുട്ടെടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്കിട്ട ഉടനെ തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിത്. മാവ് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ, അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കാനില്ല. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പൊരിച്ച പത്തിരി. പകുതി മാവാണ് ഞാനിതുപോലെ പൊരിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി പകുതി മാവ് ഞാൻ പാനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പൊരിച്ച പത്തിരിക്ക് എടുത്ത് അതേ വലുപ്പത്തിലുള്ള ബോൾസ് എടുത്ത് കുറച്ച് നൈസാക്കി ഒന്ന് പരത്തിയെടുക്കുക. ശേഷം ചൂടായ ദോശത്തവയിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പരത്തിയെടുത്ത പത്തിരി ഇതിലേക്കിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചുട്ടെടുക്കുക. എണ്ണയിൽ മുക്കി പൊരിച്ചത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ പാനിലും ചുട്ടെടുക്കുക. ഈ പത്തിരിയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിരി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരേ മാവ് കൊണ്ട് കാണിച്ച 2 ടൈപ്പ് പത്തിരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.
എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.